BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. കേരള രാഷ്ട്രീയം ഉറ്റുനോക്കുന്ന ഏറ്റവും വാശിയേറിയ പോരാട്ടത്തിന് പാല വീണ്ടും വേദിയാവുകയാണ്. കേരള കോൺഗ്രസിന്റെ ഈറ്റില്ലമെന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന പാലായിൽ ഇത്തവണയും പോരാട്ടം കടുക്കും. സിറ്റിംഗ് MLA മാണി സി കാപ്പനും കേരള കോൺഗ്രസ് ചെയർമാൻ ജോസ് കെ മാണിയും തമ്മിലുള്ള നേർക്കുനേർ പോരാട്ടം വീണ്ടും ആവർത്തിക്കുകയാണ്. എന്നാൽ ഇത്തവണ ചിത്രം കുറച്ചുകൂടി തെളിയും. കാരണം BJP സ്ഥാനാർത്ഥിയായി ഷോൺ ജോർജ് കൂടി എത്തുന്നതോടെ പാലായിൽ ശക്തമായ ഒരു ത്രികോണ മത്സരത്തിനാണ് കളമൊരുങ്ങുന്നത്. 2021 കണക്കുകൾ തിരുത്തപ്പെടുമോ? പാലായിലെ പുതിയ രാഷ്ട്രീയ സമവാക്യങ്ങൾ പരിശോധിക്കാം. 1970 മുതൽ അരനൂറ്റാണ്ടോളം KM മാണി എന്ന അതികായൻ മാത്രം ജയിച്ച മണ്ഡലമാണ് പാല. അദ്ദേഹത്തിന്റെ വിയോഗത്തിന് ശേഷം പാലയുടെ രാഷ്ട്രീയ ചരിത്രം മാറി മറിഞ്ഞു. 2019 ഉപതെരഞ്ഞെടുപ്പിൽ കേരളത്തെ ഞെട്ടിച്ചുകൊണ്ട് LDF സ്ഥാനാർത്ഥിയായി മാണി സി കാപ്പൻ പാല പിടിച്ചെടുത്തു. 3 തവണ KM മാണിയോട് തോറ്റ കാപ്പൻ മകനെ തോൽപ്പിച്ച് മധുര പ്രതികാരം ചെയ്തു. എന്നാൽ 2021 കളി മാറി. ജോസ് കെ മാണി ഇടതുമുന്നണിയിൽ എത്തിയതോടെ സീറ്റ് നിഷേധിക്കപ്പെട്ട മാണി സി കാപ്പൻ UDF കൂടുമാറി. സംസ്ഥാനത്തൊട്ടാകെ LDF തരംഗം ആഞ്ഞടിച്ചപ്പോഴും പാല ജോസ് കെ മാണിയെ കൈവിട്ടു. 15,378 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ മാണി സി കാപ്പൻ ജോസ് കെ മാണിയെ പരാജയപ്പെടുത്തി. ജോസ് കെ മാണിയുടെ രാഷ്ട്രീയ ഗ്രാഫിന് തന്നെ മങ്ങലേൽപ്പിച്ച ആ തോൽവിക്ക് പകരം വീട്ടാനാണ് ഇത്തവണ അദ്ദേഹം ഇറങ്ങുന്നത്. കഴിഞ്ഞ തവണത്തെ അബദ്ധങ്ങൾ ഇത്തവണ പറ്റില്ല എന്ന ഉറച്ച വാശിയിലാണ് ജോസ് കെ മാണി. തോൽവിക്ക് ശേഷം രാജ്യസഭാ MP എന്ന നിലയിൽ ലഭിച്ച ഫണ്ടുകൾ ഭൂരിഭാഗവും അദ്ദേഹം ചിലവഴിച്ചത് പാലായിലാണ്. മണ്ഡലം കേന്ദ്രീകരിച്ച് മുഴുവൻ സമയ പ്രവർത്തനങ്ങളുമായി അദ്ദേഹം സജീവമാണ്. മാത്രമല്ല, കഴിഞ്ഞ തവണത്തെക്കാൾ CPM പ്രവർത്തകർക്ക് ജോസ് കെ മാണിയോട് താല്പര്യം കൂടിയെന്നതും LDFന് ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. നഷ്ടപ്പെട്ട പ്രതാപം തിരിച്ചുപിടിക്കാനും രാഷ്ട്രീയമായി നിലനിൽക്കാനും ജോസ് കെ മാണിക്ക് പാല ജയിച്ചേ മതിയാകൂ. മറുവശത്ത് തികഞ്ഞ ആത്മവിശ്വാസത്തിലാണ് മാണി സി കാപ്പനുള്ളത്. UDF അധികാരത്തിലെത്തിയാൽ പാലായ്ക്ക് ഒരു മന്ത്രി ഉണ്ടാകുമെന്ന വാഗ്ദാനം മുൻനിർത്തിയാണ് അദ്ദേഹത്തിന്റെ പ്രചാരണം. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അടക്കം UDFനുണ്ടായ മുന്നേറ്റം കാപ്പന്റെ പ്രതീക്ഷ കൂട്ടുന്നു. ഔദ്യോഗിക പ്രഖ്യാപനം വരുന്നതിന് 1 മാസം മുമ്പ് തന്നെ അദ്ദേഹം പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞിരുന്നു. വ്യക്തിപരമായ വോട്ടുകളും UDF അടിത്തറയും തന്നെ വീണ്ടും നിയമസഭയിൽ എത്തിക്കുമെന്ന് കാപ്പൻ വിശ്വസിക്കുന്നു. ഇത്തവണത്തെ പാലാ പോരാട്ടത്തിലെ ട്വിസ്റ്റ് ഷോൺ ജോർജിന്റെ വരവാണ്. BJP സംസ്ഥാന ഉപാധ്യക്ഷനായ ഷോണിനെ കളത്തിലിറക്കുന്നതിലൂടെ മണ്ഡലത്തിലെ നിർണായകമായ ക്രിസ്ത്യൻ വോട്ടുകളിലാണ് BJP കണ്ണുവെക്കുന്നത്. കോട്ടയം ജില്ലയിൽ BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ വയ്ക്കുന്ന മണ്ഡലം കൂടിയാണ് പാല. 2016 N ഹരി നേടിയ 24,821 വോട്ടാണ് പാലായിൽ BJPയുടെ ഏറ്റവും ഉയർന്ന വോട്ട് വിഹിതം. വ്യക്തിപരമായ സ്വാധീനം ഉപയോഗിച്ച് ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകൾ ആരെയാകും ബാധിക്കുക? അത് ജോസ് കെ മാണിയെയാണോ അതോ മാണി സി കാപ്പനെയാണോ കൂടുതൽ വേദനിപ്പിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. ശക്തമായൊരു ത്രികോണ മത്സരം ഉണ്ടായാൽ ജയപരാജയങ്ങൾ നിർണ്ണയിക്കുന്നത് ഷോൺ ജോർജ് പിടിക്കുന്ന വോട്ടുകളായിരിക്കും. അഭിമാന പോരാട്ടത്തിന് പാല ഒരിക്കൽ കൂടി സാക്ഷിയാവുകയാണ്. വികസനവും രാഷ്ട്രീയവും ഒപ്പം വ്യക്തിപ്രഭാവവും മാറ്റൊരുക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ പാലക്കാർ ആർക്കൊപ്പം നിൽക്കും? മാണി സി കാപ്പന് ഹാട്രിക് അടിക്കുമോ അതോ ജോസ് കെ മാണി മധുര പ്രതികാരം ചെയ്യുമോ? കാത്തിരുന്ന് കാണാം. മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ രജിസ്റ്റേർഡ് സൊസൈറ്റി ഭാരത് ലജ്ന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ്.